അടിപൊളി അടിപൊളി സിനിമയാണ്. എല്ലാവരും തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം കേട്ടോ. സൂപ്പർ പടം ഒന്നും പറയാനില്ല. ലൊക്കേഷൻ നല്ല ഏരിയ ആണ്. പിന്നെ ലാലേട്ടൻ്റെ വരവെല്ലാം നല്ലത്. പിന്നെ രാജുവേട്ടൻ്റെ വരവ് സൂപ്പറാണ്. കാരണം എനിക്ക് മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഡയറക്ഷൻ തന്നെയാണ്. പൃഥ്വിരാജ് മൂവി ലാസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട്. പടം സംവിധാന പേര് കാണിക്കും. പൃഥ്വിരാജ് മൂവിയാണ്, ഡയറക്ടർ മൂവിയാണ്. കാരണം ഈ സിനിമ നമുക്ക് എടുത്ത് പറയാനൊന്നുമില്ല. നമുക്ക് മലയാള സിനിമയുടെ പട്ടികയിൽ തന്നെ പെടുത്താൻ പറ്റിയ അടിപൊളി അടിപൊളി സൂപ്പർ മേക്കിംഗ് വൈസ് സൂപ്പർ പടം. വിഷ്വൽ ട്രീറ്റ് ആണ്. സൂപ്പർ പടം ഒന്നും പറയാനില്ല. ലൊക്കേഷൻ നല്ല ഏരിയ ആണ്. പിന്നെ ലാലേട്ടൻ്റെ വരവെല്ലാം നല്ലത്. പിന്നെ രാജുവേട്ടൻ്റെ വരവ് സൂപ്പറാണ്. പിന്നെ മഞ്ജു ചേച്ചിൻ്റെ അഭിനയം സൂപ്പർ. ടൊവിനോൻ്റെ വേറെ ലെവലാണ്. എല്ലാവരും അതിലുള്ള ലൊക്കേഷൻ ഏരിയ അതുപോലെ തന്നെ മ്യൂസിക്കും പിന്നെ വെറൈറ്റി ആണ് ഐറ്റംസ്. എല്ലാവർക്കും കാണേണ്ട സിനിമയാണ് ഇത്. 1000 കോടിയല്ല അതിനാട്ടി മുകളിലെത്തുന്നു, യാതൊരു സംശയമില്ല. സൂപ്പർ സിനിമ. ഈ സിനിമ നമുക്ക് എടുത്ത് പറയാനൊന്നുമില്ല. നമുക്ക് മലയാള സിനിമയുടെ പട്ടികയിൽ തന്നെ പെടുത്താൻ പറ്റിയ പടം സൂപ്പറായിരുന്നു. മലയാള സിനിമ നമ്മുടെ പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടന്റെ സിനിമ വലിയ ഇന്ത്യൻ സിനിമ നമുക്ക് ചരിത്രമൊന്നും എഴുതാൻ പറ്റില്ല, പക്ഷെ എന്നാൽ കണ്ടിരിക്കാം. കാരണം എനിക്ക് മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഡയറക്ഷൻ തന്നെയാണ്. പൃഥ്വിരാജ് മൂവി ലാസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട്. പടം സംവിധാന പേര് കാണിക്കും. പൃഥ്വിരാജ് മൂവിയാണ്, ഡയറക്ടർ മൂവിയാണ്. കാരണം അതൊരു ലീല പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത്. മൂന്നാമത്തെ പടമൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ഇത്ര നല്ല ഹെവി ആയിട്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെ. കാശ് മുടക്കുന്ന കാര്യമല്ല പറഞ്ഞാൽ, ക്വാളിറ്റിയും ആ ഒരു എക്സ്പീരിയൻസ് പോലുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നത്. വലിയ തെലുങ്കുമാരൊക്കെ ചെയ്യുന്ന ചെയ്തിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല, എടുത്ത് പറയണം. പുള്ളിക്കാരൻ ഇനി നല്ല നല്ല വലിയ വലിയ ആർട്ടിസ്റ്റൊക്കെ ഡേറ്റ് കൊടുക്കും പൃഥ്വിരാജ്. കാരണം അതുകൊണ്ട് രീതി വർക്ക് ചെയ്തിട്ടുണ്ട്, പണി അറിയാമെന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ പെർഫോമൻസ് അത് അടിപൊളി ചെയ്തിട്ടുണ്ട്. സ്റ്റീഫൻ ആണ്ടും കുറേശ്ശിയാണ് അടിപൊളി ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിന് ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. മറ്റേ പടം പോലല്ല, അതിനകത്ത് സ്പേസ് കുറവില്ലേ. നല്ല സ്പേസ് ഉണ്ട്, ആക്ഷനൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓരോ ഇച്ചിരി ആയിട്ട് നടന്നും കുഴപ്പമില്ല. മഞ്ജൂരൊക്കെ നല്ല സീനാണ് കൊടുത്തത്. നല്ല അടിപൊളി കൈയടിക്കുന്നത്. മഞ്ജൂരൊക്കെ എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ കൈയടി കിട്ടാനുള്ള സീൻ കിട്ടിയിരിക്കുന്നുണ്ട്. നല്ല കൈയടി കിട്ടുന്നത് അല്ലേ. മഞ്ജൂരൊക്കെ നല്ലൊരു കിടിലൊരു സീനുണ്ട്. വളരെ ക്ലൈമാക്സ് ഒക്കെ കിട്ടും. പിന്നെ ക്ലൈമാക്സിൽ കാമിയ റോൾ ഞാൻ പറയുന്നില്ല, അതൊരു പൊളി സാധനം തന്നെയാണ്. അത് നമ്മുടെ ലാലേട്ടൻ്റെ ചെറുപ്പം കാണിക്കാൻ തോന്നുന്നു. ലാലേട്ടൻ ചെറുപ്പം കാണിക്കുന്നത് 81 കാലഘട്ടം കാണിക്കുന്നത്. സ്പോയിലർ ആയതുകൊണ്ട് പറയുന്നില്ല.